എടക്കാട്ടുവയലിൽ പശുവിനെ വെട്ടിക്കൊലപ്പെടുത്തി അയൽവാസി. തടയാൻ ശ്രമിച്ച ക്ഷീര കർഷകയ്ക്കും വെട്ടേറ്റു. പി.കെ. മനോജിനെ പശുക്കളെ ആക്രമിച്ച വി.പി. രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം എടക്കാട്ടുവയലിൽ പള്ളിക്കനിരപ്പിൽ പി.കെ. മനോജിന്റെ പശുക്കളെയാണ് അയൽവാസി ആക്രമിച്ചത്. കോടാലി ഉപയോഗിച്ച് ഒരു പശുവിന്റെ മുതുകിനും ഒരെണ്ണത്തിന്റെ കഴുത്തിനുമാണ് വെട്ടേറ്റത്. വെട്ടേറ്റ പശുക്കളിലൊന്ന് പിന്നീട് ചത്തു. പശുക്കളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മനോജിന്റെ ഭാര്യ സുനിതയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. പശുക്കളെ ആക്രമിച്ച അയൽവാസി വി.പി. രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടാപ്പിംഗ് തൊഴിലാളിയായ മനോജ് പശുക്കളെ കൂടി വളർത്തിയാണ് കുടുംബം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അയൽവാസി ആക്രമിക്കുന്ന സമയം മനോജ് വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു വർഷത്തോളമായി മനോജിന്റെ പശു വളർത്തൽ സംരംഭം പൂട്ടിക്കാൻ രാജു ശ്രമിക്കുന്നുണ്ട്. പഞ്ചായത്തിനും ഹെൽത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിലും അദാലത്തിലുമെല്ലാം പരാതി കൊടുത്തെങ്കിലും മലിനീകരണ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു അധികൃതർ ചെയ്തത്. ബയോഗ്യാസ് പ്ലാന്റിന്റെയും സെപ്റ്റിക് ടാങ്കിന്റെയും എല്ലാം നിർമ്മാണം പൂർത്തീകരിക്കുകയും തൊട്ടൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് മനോജിന് അനുകൂല റിപ്പോർട്ട് ഓഗസ്റ്റ് 29 നൽകുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായിട്ടാണ് രാജു അക്രമം കാണിച്ചതെന്ന് മനോജിന്റെ ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ദിവസം വന്ന് പരാതി കൊടുത്ത് ഇവിടെ ഹെൽത്തിൽ നിന്നൊക്കെ ആൾ വന്ന് നോക്കിപ്പോയതാണ്. റിപ്പോർട്ട് എനിക്കും തന്ന് അവനും കൊടുത്തിട്ടുണ്ട്. ഇതൊരു വിഷയമില്ലാതെ ഇരുന്നപ്പോഴാണ് ഇന്ന് വെളുപ്പിന് ഒരു 8 മണിയായപ്പോൾ തന്നെ പുറകുവശത്തോടെ കയറി വന്ന് പശുവിന് വെട്ടണത്. ഒച്ച കേട്ടുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഭാര്യ വന്നത്. ഒച്ച കേട്ടുകൊണ്ട് വന്നപ്പോഴത്തേനും കോടാലി എടുത്തുണ്ട്. അപ്പോൾ എന്നാ കുട്ടായി എന്ന് ചോദിച്ചപ്പോഴത്തേനും കുട്ടായി പറഞ്ഞു, ഞാൻ ഇവിടെ വരാൻ എന്നാ ഈ പണിയെന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ വെച്ച് പണി ഉണ്ടായിരുന്നില്ല. പണി എന്തായി എന്ന് ചോദിച്ചപ്പോഴത്തേനും പെണ്ണുമ്പോൾ പറഞ്ഞ ആശ ഇന്ന് പണിക്കാരൻ വന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ന് പണിയില്ല, മനോജ് വെട്ടാൻ പോയിക്കൊന്നു. എടി നീ പശു വളർത്തിയല്ല എന്നും പറഞ്ഞാൽ തൊട്ടിലേക്ക് കയറിയിട്ട് ആദ്യം നിന്ന് പശുവിനിട്ട് വെട്ടി കോടാലിക്ക്. അത് വെട്ടി അതിൻ്റെ തലക്കെട്ട് അടിച്ചപ്പോഴത്തേനും അത് ചാടി പുറത്തിറങ്ങി രണ്ടാമത്തെ നിന്നതിനിട്ട് കഴുത്തിനിട്ട് വെട്ടിയപ്പോഴത്തേനും ഇവർ കയറി പിടിച്ചതാണ് പെണ്ണുമ്പിള്ള. അന്നത്തേനും കൊച്ചുണ്ടായിരുന്നു. കൊച്ചു കൂടി വന്നപ്പോഴത്തേനും അവൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക കാലയിലെ. വന്നിട്ട് 2 ആഴ്ച ആയുള്ളൂ. അവൻ ഓടിച്ചെന്ന് അവനെ തള്ളി വീണ് പിന്നെ രണ്ടുപേരും കയറി പിടിച്ച് അവർ പിടിച്ച് നിർത്തുക നോളിച്ച് തൊട്ട് താഴെ അവരുടെ വീട്. അവരിന്ന് ആ പെണ്ണ് അവൻ്റെ ഭാര്യ ഓടി വന്നപ്പോഴത്തേനും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഭാര്യ കയറി ആര് പിടിച്ചാലാ മറ്റേനും വെട്ടിയാനും 3 പേരുണ്ടായിരുന്നു. 3 പേർക്കിട്ടും വെട്ടിയാനും കയറി പിടിച്ച് മുന്തി തള്ളി വിട്ട് പെണ്ണുങ്ങളാണ് കൈ മുറിഞ്ഞ് ആശുപത്രി പോയേക്കുക. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,